ഹായ്. അപ്പോൾ ഇത് 10th പ്രിലിംസിൻ്റെ നിങ്ങളുടെ 4 ഘട്ടങ്ങളും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു അനാലിസിസ് നടത്തിയിട്ടുള്ള ഒരു ഏകദേശ കട്ട് ഓഫ് മാർക്ക് പ്രവചനം മാത്രമാണ്. അപ്പോൾ ഇത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ ശരിയാവാറുണ്ട്, ചിലപ്പം തെറ്റാറുണ്ട്. ഇത് എൻ്റെ മാത്രം ഒരു ചിന്തയാണ്. ഞാൻ ഈ ഒരു 4 ചോദ്യപേപ്പറും ഒന്നുകൂടെ ഒരുമിച്ച് നോക്കിയാണ്. അതായത് നമ്മുടെ ഓരോ ഘട്ട പരീക്ഷ കഴിഞ്ഞപ്പോൾ നോക്കിയതല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ ഇരുപ്പിന് നോക്കി തീർത്തിട്ട് ഓരോ ചോദ്യങ്ങളും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എത്ര ഈസി ചോദ്യം, എത്ര ആവറേജ് ചോദ്യം, എത്ര ടഫ് ചോദ്യം, ഓരോന്നിലും എത്ര സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യം എന്നുള്ളത് ഒരുമിച്ച് ഒരേ അവസ്ഥയിൽ ഇരുന്ന് ചെയ്തതാണ്. നിങ്ങളെ സംബന്ധിച്ച് അതിൽ പല വ്യത്യാസം ഉണ്ടാവും. കാരണം നിങ്ങൾ ഒരു പരീക്ഷ ഇക്കൂട്ടത്തിൽ എങ്ങനെ എഴുതിയിട്ടുണ്ടാവും, പരീക്ഷ ഹാളിൽ നിന്ന് നിങ്ങളുടെ പരീക്ഷയായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ബാക്കിയുള്ള 3 നിങ്ങൾ നോക്കിയിരിക്കുന്നത് വീട്ടിൽ നിന്നാണ്, വളരെ കൂളായിട്ടുള്ള അന്തരീക്ഷത്തിലാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിലും നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ അറ്റൻഡ് ചെയ്ത ഏറ്റവും കടുപ്പമായിട്ടും മറ്റുള്ളതൊക്കെ എളുപ്പമായിട്ടും ഒക്കെ നിങ്ങൾക്ക് പല രീതിയിൽ തോന്നും. ഓക്കെ, അപ്പോൾ അതിലല്ല കാര്യം. നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടെ നോക്കുമ്പോൾ ഇത് ഈ ഒരൊറ്റ പരീക്ഷയും എഴുതാത്ത ഒരാളുടെ കണ്ണിൽ ഇത് നോക്കുന്ന സമയത്തുള്ള സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത്. ഇതിൽ സ്റ്റേജ് 1ൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 50 ചോദ്യങ്ങൾ ഈസിയാണ്. ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റേജിലും ടഫ്നെസ്, ഈസിനെസ് എന്നുള്ളത് ഏരിയകൾ മാറി മാറി വരുന്നുണ്ട്. അതും നിങ്ങളെ സംബന്ധിച്ച് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ചില ഏരിയകൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചില ആളുകൾക്ക്. അപ്പോൾ അത് അവിടെ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത എക്സാം ആകുമ്പോൾ നിങ്ങൾ ആ എക്സാമിന് വലിയ ടഫായിട്ട് കാണും. ഇപ്പം ചില ഘട്ടങ്ങളിൽ എന്താണ് ജോഗ്രഫി, NCERT ആദ്യ ഘട്ടങ്ങളിലൊക്കെ, അപ്പോൾ അത് ഭയങ്കര ടഫായിട്ട് നമുക്ക് തോന്നും. കാരണം കുറച്ച് ആ ചോദ്യങ്ങളില്ലെങ്കിലും ഭയങ്കര ടഫായിട്ട് തോന്നും. കാണാത്ത ചോദ്യങ്ങളായതുകൊണ്ട് പരീക്ഷ ഭയങ്കര ടഫാണെന്ന് വിലയിരുത്തപ്പെടും. പക്ഷേ ഇങ്ങനെ പല ഏരിയകളിലും കുറച്ച് ചോദ്യങ്ങൾ ടഫ് എന്നുള്ളത് മറ്റ് ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോ ഘട്ടവും നോക്കുകയാണെങ്കിൽ ഈസി 50 ആണ് ഒന്നാം ഘട്ടത്തിൽ, ആവറേജ് 30 ആണ്. 20 ചോദ്യങ്ങൾ അത്യാവശ്യം എബോവ് ആവറേജ് കാറ്റഗറിയിലുള്ള കുറച്ച് ടഫ് എന്ന് പറയാവുന്ന, ഈ ഒരു ലെവൽ പരീക്ഷയിൽ ടഫ് എന്ന് പറയാവുന്ന ചോദ്യങ്ങളായിരുന്നു. ഓക്കെ, അവിടെ 17 ചോദ്യങ്ങളാണ് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് വന്നത്. അത് ആവറേജ് 17, 16 ഒക്കെ വന്നിട്ടുണ്ട്. ഒരു സ്റ്റേജിൽ മാത്രമാണ് 11 ചുരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 17 ചോദ്യങ്ങൾ ന്യൂ പാറ്റേൺ വന്നു എന്നുള്ളതാണ്. ദെൻ സ്റ്റേജ് 2ൽ ഈസി 50, ആവറേജ് 32, ടഫ് 18. ഇവിടെ ടഫ് 20 ആണെങ്കിൽ ഇവിടെ ടഫ് 18 എന്നുള്ളതാണ്. ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഇവിടെ 16 ചോദ്യങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ സ്റ്റേജ് 3യുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 58 ചോദ്യങ്ങൾ ആവറേജ് ആയിരുന്നു, ഈസി ആയിരുന്നു. 26 ചോദ്യങ്ങൾ ആവറേജ് ആയിരുന്നു. ദെൻ 16 ചോദ്യങ്ങളാണ് അവിടെ ഒരു എബോവ് ആവറേജ് അല്ലെങ്കിൽ ടഫ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താവുന്നത്. ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് താരതമ്യേന മറ്റു ഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കുറവായിരുന്നു. 11 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ദെൻ സ്റ്റേജ് 4 എന്ന് പറയുന്നത് 51 ചോദ്യങ്ങൾ ഈസിയാണ്. ദെൻ 33 ചോദ്യങ്ങൾ ആവറേജ് കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ 16 ക്വസ്റ്റ്യൻസ് ടഫാണ്. ദെൻ ഇവിടെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് 19 എണ്ണം ഉണ്ടായിരുന്നു നാലാമത്തെ സ്റ്റേജിൽ. മാറ്റിവെച്ച രണ്ടാമത്തെ സ്റ്റേജാണ് അവസാനം നടന്നത്. ആ രീതിയിലാണ് നമ്മളിത് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരേപോലെ തന്നെയാണുള്ളത് 4 ക്വസ്റ്റ്യൻ പേപ്പറുകളും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഈസി, ആവറേജ്, ടഫ് എന്നുള്ളതിൽ വ്യത്യസ്തമായിട്ട് പലർക്കും ഈ ഒരു പ്രിലിംസ് സമ്പ്രദായം കൊണ്ടുണ്ടാകുന്ന നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത് ഓരോ ഘട്ടങ്ങൾ, ഒന്നാം ഘട്ടം എഴുതി, രണ്ടാം ഘട്ടം എഴുതി, 3, 4 ഇങ്ങനെ ഘട്ടങ്ങളാകുമ്പോഴുള്ള ആ ഒരു പഠനത്തിന് കിട്ടുന്ന സമയം, ഒന്നാം ഘട്ടക്കാർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുന്നിൽ, പിന്നെന്താണ് മൂന്നാം ഘട്ടക്കാർക്ക് 1ഉം 2ഉം ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനെ ഓരോ ഘട്ടത്തിനും കുറച്ചൊരു ദിശാസൂചകം എന്നുള്ള രീതിയിലുള്ള ചോദ്യ പേപ്പറുകൾ മുന്നിൽ കിടക്കുന്നു, സമയം കൂടുതൽ കിടക്കുന്നു, പിന്നെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം. അപ്പോൾ ഇങ്ങനെയുള്ള പല ഘടകങ്ങളും വേറെയുണ്ട്. അതല്ലാതെ ഒരു ക്വസ്റ്റ്യൻ എത്രത്തോളം നിലവാരമുണ്ട്, ഈസി ആണോ, ആവറേജ് ആണോ, ടഫ് ആണോ, അത് വെച്ചിട്ടാണ് മാർക്ക് നോർമലൈസേഷൻ നടക്കുക. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവിടെ ഒരു നോർമലൈസേഷൻ നടക്കണമെന്നില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും, നമ്മുടേതായ ഇഷ്യൂസ് നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ അത് പരിഹരിക്കാൻ ഇതിന് കൊണ്ടൊന്നും സാധിക്കില്ല. അതിന് നമുക്ക് ഈ പ്രിലിം സമ്പ്രദായം ഇല്ലാതാവുക എന്നുള്ള മാത്രമാണ്. അതിനുവേണ്ടി നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് 4 സ്റ്റേജിൻ്റെയും കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ള, മാർക്ക് നോർമലൈസേഷന് ശേഷമുള്ള കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ളതാണ്. പല ആളുകളും എന്നോട് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതെന്ന് മാത്രമുള്ളത്. പലതവണ തെറ്റിയിട്ടുണ്ട്, കഴിഞ്ഞ സെക്കൻഡ് അസിസ്റ്റന്റ് തെറ്റിയിട്ടുണ്ട്, അതിന് മുമ്പേ ഉള്ള എത്രയോ പരീക്ഷകൾ ശരിയായിട്ടുണ്ട്, ചിലപ്പോൾ തെറ്റാറുണ്ട്. അപ്പോൾ ഇത്തവണ എന്താവുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുള്ളതിൻ്റെ റിസൾട്ടുകൾ വരാനിരിക്കുന്നു, അതിൻ്റെ എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓക്കെ, അപ്പം LGS കമ്പനി ബോർഡ് LGSന് ഒരു 72 മുതൽ 78 വരെയുള്ള ആ ഒരു റേഞ്ചിൽ, ഞാൻ എപ്പോഴും ഒരു 6 മാർക്കിൻ്റെ റേഞ്ചാണ് പറയാറുള്ളത്, ഈ ഒരു റേഞ്ചിനുള്ളിലായിരിക്കാനാണ് സാധ്യത കൂടുതൽ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയുള്ള ഏകദേശം അത്ര വലിയൊരു ലിസ്റ്റ് ഇടുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് ഉണ്ടാവുക. ഓക്കെ, ദെൻ ബെബ്കോ LDC 76 to 82 കുറച്ചുകൂടെ വരാൻ സാധ്യത കൂടുതലാണ്. ദെൻ സ്റ്റോർമാൻ എന്നുള്ളൊരു പരീക്ഷ കൂടി ഇതിലുണ്ടായിരുന്നു, സ്റ്റോർ കീപ്പർ ടൂറിസം, അത് 64 to
70. ഇതാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത്. കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിക്കാൻ തീരുമാനിച്ചാൽ കട്ട് ഓഫ് ഇനിയും കുറയട്ടെ എന്ന് തന്നെയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ചും ഈ കമ്പനി ബോർഡ് LGSനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം LDC വാരിയസ് LDC വരാൻ പോവുക. ഇത് ബെപ്കോ LDC വാരിയസ് LDC വരാൻ പോവുക. ദെൻ വാരിയസ് LGSും ഈ വർഷം അവസാനം തന്നെ വരാൻ പോകുന്നതാണ്. നവംബർ ഡിസംബർ മാസങ്ങളിൽ വരാൻ പോകുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ കിട്ടുന്ന ആളുകൾ അതിലേക്ക് മാറും. ഈ ഒരു ടൈമിൽ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് തന്നെയാണ് അതും ഒക്കെ കിട്ടാൻ പോകുന്നത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കിട്ടും, അതിലേക്ക് മാറും. അപ്പോൾ ഇതിൽ കൂടുതൽ NJDകൾ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. LGS കമ്പനി ബോർഡ് LGSനൊക്കെ NJDകൾ ഒഴിവുകൾ, അതേപോലെ ബെപ്കോ LDക്കെല്ലാം ഫുൾ വന്നത് ഭൂരിഭാഗം NJD ഒഴിവുകൾ തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ NJD ഒഴിവുകൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതുകൂടെ കണക്കാക്കി കമ്പനി ബോർഡ് LGSനൊക്കെ കുറച്ചുകൂടെ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിക്കുമെന്ന് നമുക്ക് കരുതാം. കാരണം ഇവിടെ ഒരു നിശ്ചിത മാർക്ക് നിശ്ചയിക്കുമ്പോൾ അത് മറ്റു പരീക്ഷകൾ കൂടെ തയ്യാറെടുക്കുന്ന ആളുകളായിരിക്കും ഭൂരിഭാഗവും അതിൽ ഉൾപ്പെടുക. അപ്പോൾ രണ്ടാം ഘട്ടം, അതായത് മെയിൻസ് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വരുന്ന സമയത്ത് ആ റാങ്ക് ലിസ്റ്റിൻ്റെ ഭൂരിഭാഗം ആളുകൾക്കും വേറെ ഏതെങ്കിലുമൊക്കെ അതിനേക്കാളും കുറച്ചുകൂടെ നല്ല തസ്തികകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റുകളിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരൊക്കെ പോവും. PSC ഇങ്ങനെ നിയമിക്കുക NJD ആവുക, നിയമിക്കുക NJD ആവുക എന്നുള്ള സംഭവമേ ഉണ്ടാവുള്ളൂ. അതിനാളെ കിട്ടാത്ത അവസ്ഥ വരും. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ LGS കമ്പനി ബോർഡ് LGSന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വളരെയധികം നിയമനങ്ങൾ നടന്നിട്ട് അത് ആ ഒരു ലിസ്റ്റ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതേപോലെ അടുത്ത പ്രാവശ്യവും ഇതേപോലെ നടക്കും. ഇതിങ്ങനെ NJD പോവുകയും ചെയ്യും. വളരെയധികം NJD വരുന്നതാണ്. അപ്പോൾ അതുകൂടെ കണക്കിലെടുത്തുകൊണ്ട് PSC ഈ ഒരു തസ്തികയ്ക്ക് കുറച്ച് കട്ട് ഓഫ് കുറച്ച് കൂടുതൽ ആളുകളെ രണ്ടാം ഘട്ടം എഴുതിക്കുമെന്നും പിന്നീട് മെയിൻസിന് ആവശ്യത്തിനുള്ള ആളുകളെ റാങ്ക് ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.